സങ്കീർത്തനം 7. ബെന്യാമീനായ കൂശിന്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ ഉത്തമഗീതം. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുത്. ഒരു സിംഹം എന്നപോലെ എന്നെ കീറിക്കളയരുതേ. വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ. വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചിന്തിക്കളയരുതേ. എന്റെ ദൈവമായ യഹോവേ, എന്റെ ദൈവമായ യഹോവേ, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവരോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നതോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നെന്ന് ഞാൻ വിടുവിച്ചുവല്ലോ. ഏതുകൂടാതെ എനിക്ക് വരികയായിരുന്നത് ഞാൻ വിടുവിച്ചുവല്ലോ. ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ. ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ. അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ. അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ. എന്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ. എന്റെ മാനത്തെ പൊടിയിൽ തള്ളിയിടട്ടെ. യഹോവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ. യഹോവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എന്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ. എന്റെ വൈരികളെ ക്രോധത്തോട് എതിർത്ത് വെക്കണമേ. എനിക്ക് വേണ്ടി ഉണരണമേ. എനിക്ക് വേണ്ടി വളരണമേ. നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ. ജാതികളുടെ സംഘം തന്നെ ചുറ്റി നിൽക്കട്ടെ. നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു. യഹോവ എന്റെ നീതിക്ക് പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ. യഹോവേ, എന്റെ നീതിക്കും എന്റെ പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ. നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരന്തരങ്ങളെയും ശോധന ചെയ്യുന്നു. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരങ്ങളെയും ശോധന ചെയ്യുന്നു. എന്റെ പരിചയ ദൈവത്തിന്റെ പക്കലുണ്ട്. എന്റെ പരിചയ ദൈവത്തിന്റെ പക്കലുണ്ട്. അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിനെ മൂർച്ച കൂട്ടും. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിനെ മൂർച്ച കൂട്ടും. അവൻ തന്റെ വില്ല് പൊളിച്ച് ഒരുക്കിയിരിക്കുന്നു. അവന്റെ വെല്ലുവിളിച്ച് ഒരുക്കിയിരിക്കുന്നു. അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു. അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു. തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തു. ഇതാ അവന് നീതികേടിന് നോവ് കിട്ടുന്നു. ഇതാ അവന് നീതികേടിനെ നോവ് കിട്ടുന്നു. അവൻ കഷ്ടത ഗർഭം ധരിച്ച് വഞ്ചനെ പ്രസവിക്കുന്നു. കഷ്ടതയെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി. അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി. കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവന്റെ വേണ്ടാതനം അവന്റെ തലയ്ക്ക്. അവന്റെ വേണ്ടാതനം അവന്റെ തലയിലേക്ക് തിരിയും. അവന്റെ ബലാത്കാരം അവന്റെ നെറുകയിൽ തന്നെ വീഴും. അവന്റെ ബലാത്കാരം അവന്റെ നെറുകയിൽ തന്നെ വീഴും. ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഈ ഒരാഴ്ച കാലവും കൂടി കർത്താവ് ഞങ്ങളെ ആരാധിക്കാനായിട്ട് കൂട്ടിവരുത്തിയിരിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും കർത്താവിന്റെ പക്കലുണ്ട്. നിങ്ങൾക്ക് നൽകി തരുവാൻ കർത്താവ് സാധിക്കുമാറാകണം. ഇന്ന് നാം മഹത്വപ്പെടുക്കാനായിട്ട് വായിച്ച സങ്കീർത്തനായ സ്തോത്രം കടന്നു ജനത്തിനായ സ്തോത്രം സംബന്ധിക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ നമുക്കിരിക്കാം. ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ആരാധനയുടെ അനുഗ്രഹം അതെവിടെയാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് നമ്മൾ ഗ്രഹിച്ചിരിക്കണം. വളരെ കൂടുതൽ ആളുകളോട് കൂടി ആരാധിക്കാറുണ്ട്. വളരെ കുറഞ്ഞ ആളുകളോട് കൂടി ആരാധിക്കാറുണ്ട്. എന്തിന്? 1-2 പേര് കൂടി ആരാധിക്കുന്ന ആരാധനയും ഉണ്ട്. ആരാധന ഏതായാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്. ആരാധനക്കാരന് സമാധാനമാണ് വേണ്ടത്. ആരാധന ഉദ്ദേശിക്കുന്നത് സമാധാനം. സമാധാനം ആർക്കാ? സമാധാനം ഇല്ലാത്തതാർക്കാ? സമാധാനത്തിന്റെ വിപരീതമാണ് യുദ്ധം. ആരുമായിട്ട് യുദ്ധം?
വേറെ ആരുമായിട്ടല്ല, ദൈവവുമായിട്ട് യുദ്ധം. സകല മനുഷ്യരും ദൈവവുമായിട്ട് യുദ്ധത്തിലാണ്. അതെന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ദൈവമായിട്ട് ഒരു മനുഷ്യൻ സദാ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനാണ് വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയാണ് ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ നടത്തേണ്ടത്. ഇത്രയും കാര്യങ്ങൾ വന്നാൽ യുദ്ധം തീർന്നു. പിന്നെ യുദ്ധം ചെയ്യില്ല. അപ്പോ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ശരീരത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. 2, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. കാരണം അവനാണ് നിങ്ങളുടെ സമാധാനം. യഥാർത്ഥത്തിൽ സമാധാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. 3, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വേണം നിങ്ങളെ നടത്തിക്കൊണ്ട് പോകാൻ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരമാണ്. പിന്നെ യുദ്ധമില്ല. ഒന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, വടക്കേന്ത്യയിൽ ഒരാള് ഫ്ലാറ്റ് മേടിച്ച് തിരിച്ചു പോന്നു. ഇവിടെ വന്ന് നാട്ടിലൊക്കെ വന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞ് 10 ദിവസം ഇവിടെ നിന്ന് തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫ്ലാറ്റില് പെയിന്റൊക്കെ ചെയ്ത് വേറൊരാളുടെ. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ കൊള്ള നടക്കുന്ന സ്ഥലമാണ്. അതില് ഫ്ലാറ്റിൽ ബലമായിട്ട് കയറി അതിലെ സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം വേറൊരു അഡ്രസ്സും പ്രമാണമൊക്കെ ഉണ്ടാക്കി അത് വ്യാജമായിട്ട് വേറൊരാൾക്ക് മറിച്ച് വിറ്റ് മേടിച്ചവർ അവിടെ സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. എന്ന വ്യക്തി നിശ്ചയിച്ചു പോയി. എന്ത് ചെയ്യും? ഞാൻ കാശ് കൊടുത്ത് എൻ്റെ ജീവിതം മുഴുവൻ അധ്വാനിച്ചതിന്റെ കാശ് കൊണ്ട് മേടിച്ച ഫ്ലാറ്റാ. വേറെ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. കാശ് കൊടുത്ത് മേടിച്ചതാ. എന്താണ് ഇങ്ങനെ കാരണം? തുടങ്ങി കേസായി, വ്യവഹാരമായി, പ്രശ്നമായി. ഇത് തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. ദൈവം തനിക്ക് വസിക്കാനായിട്ടുണ്ടാക്കിയ മന്ദിരമാണ് മനുഷ്യൻ. എന്നാൽ അത് മറ്റൊരാൾക്ക് കവർന്നുപോയി. ശത്രു കയറി അതിൽ വസിക്കുക. ഇങ്ങനെ വസിക്കുന്നപ്പോൾ ദൈവം വെറുതെ ഇരിക്കില്ല. ആ മനുഷ്യനിൽ ഏത് വിധേനയും ഇതിന്റെ അകത്ത് കയറണം. എന്തൊക്കെ ചെയ്യുന്നു? സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെയും വിളിക്കുന്നു. ഈ മനുഷ്യനോട് പറയുന്നു, നീ ദൈവത്തിന്റെ മന്ദിരമാണ്, നിന്നെ കവർന്നുകൊണ്ട് പോയിരിക്കുന്നതാണ്. രണ്ടാമത്തത്, മനുഷ്യനിൽ എന്റെ ആത്മാവ് എല്ലാ കാലവും ബാധിച്ചുകൊണ്ടിരിക്കില്ല. ആ പരിശുദ്ധാത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുക. നീ ദൈവത്തിന്റെ മന്ദിരമായിരുന്നു. മന്ദിരമായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചത്. ഇന്നത് ശത്രുവിന്റെ മന്ദിരമാണ്. ഇത് തീരുമാനം വേണം. അവിടെ വാദിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തത്, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ പറഞ്ഞാൽ ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. ഇതില്ലാത്തടത്തോളം കാലം ഈ 3 വിധത്തിൽ ദൈവം തന്റെ മന്ദിരത്തെ തിരിച്ചു പിടിക്കാനായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ യുദ്ധം നടന്നിടത്തോളം കാലം സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കാര്യം ചെയ്യും, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ഞാൻ എനിക്ക് വസിക്കാൻ ഉണ്ടാക്കിയ മന്ദിരമാണ്. അവരിൽ ഞാനാണ് വസിക്കേണ്ടതാണ്. അതിൽ നിന്ന് ശത്രു പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഫറവോനോട് പറഞ്ഞു, നീ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക, നീ വിട്ടുവിടുക, വിട്ട് തരണം. കാരണം അവൻ എന്നെ ആരാധിക്കണം. ആരാധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്
ആരാധിച്ചാൽ സംഭവിക്കുന്നത് സമാധാനമാകും. അപ്പൊ ആരാധനയിൽ സംഭവിക്കുന്നത് അവന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കണം, അവന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ നടത്തണം. ഈ 3 കാര്യങ്ങളോട് കൂടി ദൈവത്തിന്റെ മുമ്പാകെ വരുമ്പോൾ അവൻ സമാധാനത്തിലായി. ഇങ്ങനെ വേണം ദൈവസഭയിൽ എഴുന്നേൽക്കാൻ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ഏത് വിധേനയെങ്കിലും അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി ദൈവത്തോട് യുദ്ധം ചെയ്യാൻ തക്കവണ്ണം ശത്രു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഈ ലോകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വസിച്ച് ക്രിസ്തുവാണ് ഹൃദയത്തിലെങ്കിൽ, ദൈവാത്മാവിനാണ് നടത്തപ്പെടുന്നുവെങ്കിൽ അവനെന്ത് പ്രശ്നം? അവന് പ്രശ്നമൊന്നുമില്ല. അതല്ല, തെറ്റിപ്പോയിട്ടുണ്ട്. അബ്രഹാമിന് സ്നേഹമെന്ന് പറയുന്നത് ഇസ്ഹാക്ക് വാർദ്ധക്യത്തിലുണ്ടായ മകനാ. ഭയങ്കര സ്നേഹ. ആ വാർദ്ധക്യത്തിലുണ്ടായ മകൻ പക്ഷെ ശത്രുവിന്റെ വാദമുണ്ട്. ദൈവമൊന്നുമല്ല. ഇന്നിപ്പോ അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുന്നത് അവനാ. ആര്? ഇസ്ഹാക്ക. അവിടെ തെളിയിക്കപ്പെടണം. ആരാധനയിൽ കൂടെ തെളിയിക്കപ്പെടണം. ദൈവവും പറയുകയാണ്, നീ സ്നേഹിക്കുന്ന മകനെ കൊണ്ടുപോയി യാഗം കഴിക്കും. കുഞ്ഞുമായി യാഗം കഴിക്കാനായിട്ട് പോയി അവിടെ ചെന്നു. ദൈവത്തിന്റെ കൽപ്പനയെ ആധാരമാക്കിക്കൊണ്ട് കൈ ഓങ്ങി. കർത്താവിന് ബോധ്യമായി, നീ ദൈവത്തെ ഭയപ്പെടുത്തുമെന്ന് എനിക്ക് മനസ്സിലായി. പോയവൻ എങ്ങനെ പോയി? തിരിച്ചിറങ്ങിയവൻ എങ്ങനെ ഇറങ്ങി? ആരാധന കഴിഞ്ഞ് അപ്പനും മകനും കൂടെ വരികയാണ്. സമാധാനം. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും മറ്റൊന്നല്ല. നമ്മുടെ ഹൃദയത്തിലുള്ള ഏതെങ്കിലും കർത്താവിന്റെ കൽപ്പന, കർത്താവിന്റെ നാമത്തെ പ്രതി വിട്ടുകളയാനുണ്ടെങ്കിൽ അതിന് സമ്മതം അങ്ങോട്ട് പറഞ്ഞാൽ, അതിന് സമ്മതം കർത്താവിന്റെ സന്നിധിയിൽ തെളിയിച്ചാൽ നമ്മൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നതും സമാധാനത്തിൽ എഴുന്നേൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 100 കണക്കിന് ആളുകൾ ആരാധിക്കുന്ന സ്ഥലമുണ്ട്, ചുരുങ്ങിയ ആളുകൾ ആരാധിക്കുന്ന സ്ഥലമുണ്ട്, 2 പേര് ആരാധിക്കുന്ന സ്ഥലമുണ്ട്. അതായത് ആളുടെ പെരുപ്പമല്ല. ആരാധന കഴിഞ്ഞാൽ സമാധാനം വേണം. സമാധാനം വേണമെങ്കിൽ ക്രിസ്തു ഉള്ളിൽ വേണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അതിനെ അനുസരിച്ച് നടത്തുന്നവനായിരിക്കണം. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ സമാധാനത്തോടെ കർത്താവിന്റെ എഴുന്നേൽക്കാനും തുടർന്നുള്ള നമ്മുടെ ജീവിതം കർത്താവിനാൽ നയിക്കപ്പെടുവാനും ഇടവരും. അതുകൊണ്ട് ഈ ആരാധനയെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു പൂർണ്ണ സമാധാനം കർത്താവ് തരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. നമ്മളിന്ന് വായിച്ചത് 7-ാമത്തെ സങ്കീർത്തനമാണ്. 7-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ അതിന്റെ വിവിധമായിട്ടുള്ള ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു സങ്കീർത്തനമാണ് 7-ാമത്തെ സങ്കീർത്തനം. എല്ലാ സങ്കീർത്തനവും അതെ. എന്നാൽ 7-ാം സങ്കീർത്തനത്തിന് വളരെ പ്രത്യേകതയുണ്ട്. 7-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വചനം ഏതാ? ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണം. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണം. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരമ സ്വഭാവങ്ങളിൽ 3 സ്വഭാവമാണ്. ഏതൊക്കെ? ന്യായം, കരുണ, വിശ്വസ്തത. ഇത് 3 ദൈവത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ സ്വഭാവങ്ങൾ, ഏറ്റവും തൂക്കം കൂടിയത്, ഘനമേറിയ സ്വഭാവങ്ങളിൽ 3. ന്യായം, കരുണ, വിശ്വസ്തത.
അതില് നമ്മൾ പൊതുവെ പറയുമ്പോ പറയും, ദൈവം കരുണയുള്ളവനാണ്, മഹാദയയുള്ളവനാണ്, വിശ്വസ്ത ഇതൊക്കെ പറയും. പക്ഷേ നമ്മുടെ ജീവിതവും ഓരോ മനുഷ്യരുടെ അനുഭവവും ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളും എന്തിന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണോ? ഈ സംഭവം അങ്ങനെ തന്നെയാണോ? ദൈവം കരുണയുള്ളവൻ, മഹാദയയുള്ളവൻ, അത് ഈ പ്രസംഗം മാത്രമേ ഉള്ളൂ? എന്നോട് ഒരാള് കുറവ് സഭയിലെ ഒരു സഹോദരി അവരുടെ ജീവിതം വളരെ ശോധനയിൽ വന്നപ്പോ അവര് ചോദിച്ചു, കരുണയുള്ളവനാണ് ദൈവം, ദയയുള്ളവനാണ് ദൈവം. അത് ശരിയാണോ? ശരിയാണോ? അതിന് എന്തുമാത്രം അർത്ഥമുണ്ട്? കാരണം ഈ നിലയില്ലാത്ത വെള്ളത്തിൽ ഞാൻ താഴുന്നത് കണ്ടിട്ട് അതിൽ വിടുതൽ കാണുന്നില്ല. എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അവര് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ഈ വിഷയം വെച്ചു. എനിക്കതിന്റെ പൊരുൾ ഗ്രഹിപ്പിക്കണം. എന്തായിരുന്നാലും അവർ അടുത്ത ദിവസം വന്ന് എന്നോട് പറഞ്ഞു, ദൈവം കരുണയുള്ളവൻ തന്നെയാണ്, ദയയുള്ളവൻ തന്നെയാണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അത് മനസ്സിലായി. പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇവിടെ നമുക്ക് ഒരു കാര്യം നമ്മള് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന വഴി ഒന്ന് ചിന്തിക്കണം. ഓരോരോ സന്ദർഭങ്ങളിലും ഏഹ്, ഞാൻ കർത്താവിന്റെ സന്നിധിയില് ഞാൻ അത്രമാത്രം വിഷമിച്ച് ചോദിക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. അന്ന് കർത്താവ് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ആ പിഴവ് വരില്ല. അന്ന് ഞാൻ ആ അപകടത്തിൽ ആ നിലയിൽ പോയപ്പോ കർത്താവിനെ തടുത്തിരുന്നെങ്കിൽ എനിക്കത് വരില്ലായിരുന്നു. അങ്ങനെ കർത്താവിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള വിഷയങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോഴാണ് അതിന്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ. എന്നാൽ ഇത് തമ്മിൽ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? കർത്താവിന്റെ ദയയും കർത്താവിന്റെ ദയയും മനുഷ്യന്റെ പ്രവൃത്തിയും തമ്മിൽ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോശയോട് മത്സരിച്ച് ധൂപം കാട്ടാനായിട്ട് ഞങ്ങളും ദൈവത്തിന്റെ വേല ചെയ്യുന്നവരാ എന്ന് പറഞ്ഞ് ദൈവത്തോട് മോശയോട് മത്സരിച്ച് 250 ധൂപകലശം ഉണ്ടാക്കി. അത് സ്വർണം കൊണ്ട് എത്ര 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 രൂപ ചെലവ് വരുമെന്ന് ഓർക്കണം. എല്ലാ സാമഗ്രികളും ഒരുക്കി അത്രയും രൂപ ചെലവ് ചെയ്ത് ഈ ആളുകൾ എല്ലാവരും കൂടി ധൂപം കാട്ടാനായിട്ട് പോവുക. അന്യാരാധനയ്ക്ക് പോയതല്ല. ദൈവത്തോട് മത്സരിക്കാൻ പോയതല്ല. അവിടെ വേറെ ഒരു ദോഷ പ്രവർത്തിക്കാൻ പോയതല്ല. ഇത്രമാത്രം കോരഹും ദാതാനും അബീരാമും കൂട്ടരും അവിടെ പോയി ആരാധിക്കാനായിട്ട് ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം ചെയ്തതെന്താ? ഭൂമി പിളർന്ന് ജീവനോടെ അവരെ പാതാളത്തിലേക്ക് പോയി. അവരുടെ നിലവിളി 6 ചതുരശ്ര കിലോമീറ്ററോളമുള്ള പാളയം മുഴുവൻ കേട്ടത്. പക്ഷെ അത് കേട്ടിട്ടും പറയണം, ദൈവം കരുണയുള്ളവനെന്ന്, ദയയുള്ളവനെന്ന്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സാധിക്കുമോ? എനിക്ക് സാധിക്കുന്നുണ്ടോ? അത് ഞാൻ പലപ്പോഴും ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് ഇതിന്റെ പൊരുളെന്താ? എവിടെയാണ് കർത്താവിന്റെ ദയ നിൽക്കുന്നത് എവിടെയാണ്? അന്ന് അവരോട് ഈ നിലവിളി കേൾക്കുമ്പോൾ അവരെ രക്ഷിക്കാത്ത ദൈവം അതെന്ത് ദൈവമാണ്? ഇങ്ങനെയുള്ള 100 കാര്യങ്ങൾ നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ പുറത്തു പോകണ്ട. വചനത്തിൽ നിന്ന് തന്നെ കർത്താവിന്റെ ദയയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നാം. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം വെളിപ്പെടായികയാൽ മനുഷ്യർ ദോഷം ചെയ്യുവാൻ
ധൈര്യപ്പെടും. അതായത് ദൈവം ഒരാളുടെ തെറ്റ് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനെ അങ്ങ് ശിക്ഷിച്ച് അവനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമല്ല. പിന്നെയോ അവനെ ഉപദേശിക്കും, അവനെ ശാസിക്കും, അവന് ബാലശിക്ഷ കൊടുക്കും. ഇനി പറ്റിയില്ല ഇച്ചോട്ട് കൂടി കഠിന ശിക്ഷ കൊടുക്കും. എങ്ങനെയാ അതിൽ നിന്ന് കെട്ടിക്കൊണ്ടുവരാം? ഇതിലൊന്നിലും നിൽക്കാതെ അവനെ കൊണ്ട് ആ ദുഷ്ടത ചെയ്യിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതായത് ദൈവത്തോട് ദുഷ്ടത ചെയ്യിക്കുന്ന ഒരു ശക്തി. ഓ യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന യൂദ കള്ളനെ വിശ്വാസത്തിൽ വന്ന് കർത്താവിന്റെ അടുത്ത് വന്നിട്ട് മാനസാന്തരപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പോഴും പണസഞ്ചി അവന്റെ കയ്യിലാണ്. അപ്പൊ എല്ലാവർക്കും പൊതുവായിട്ട് ഇതിനുള്ള വരുന്നൊക്കെ അവനെ കൈയിട്ടെടുക്കും, തന്റെ ആവശ്യത്തിന് ചെലവഴിക്കും. ഈ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് താൻ ചെലവഴിച്ച് ഇങ്ങനെ പോകും. അപ്പൊ അവനെ കളവ് നിർത്തിയിട്ടില്ലെന്നാക്കാം. ദൈവം ന്യായം വിധിച്ചുമില്ല. എന്നാ ആദ്യമേ തന്നെ പറയാൻ പാടില്ലേ? പറഞ്ഞില്ല. അവനെ മനസ്സിൽ ബാധിച്ചു കാണും. നാളുകൾ കഴിഞ്ഞു അവനിങ്ങനെ ഈ ദോഷത്തിൽ വളർന്നു അവൻ ഒടുവിൽ കർത്താവിനെ ഒറ്റുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഈ അവസ്ഥയിൽ വന്നപ്പോഴേക്കും അവന് ന്യായവിധി വന്നു. അപ്പൊ ഇത്രയും നാളും എവിടെയായിരുന്നു? അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒരു മനുഷ്യനെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവന് ശിക്ഷ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവൻ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. അവനെ കൊണ്ട് ആ തെറ്റ് ചെയ്യിക്കുന്ന ശക്തി പൂർണ്ണമായിട്ട് വെളിപ്പെട്ട് വരുന്നൊരു സമയം. ആ സമയമാണ് ആ സമയം ആ മനുഷ്യനല്ല പ്രാധാന്യം അവനെ കൊണ്ട് അത് ചെയ്യിച്ച ആ ദുഷ്ടന്. അപ്പോഴാണ് ന്യായവിധി വരുന്നത്. മറ്റൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെയല്ല ദൈവം ന്യായം വിധിക്കുന്നത്, പിന്നെ ദുഷ്ടനെയാണ് ന്യായം. മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ശക്തിയെ ആദ്യം വെളിപ്പെടുത്തും കർത്താവ്. ഒരു മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുമ്പോൾ തന്നെ ദൈവം പറയും. നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് ലോകത്തിലുള്ള യുദ്ധങ്ങളെല്ലാം ജയിച്ച് ദൈവം കൊടുത്തതാണ്. യുദ്ധങ്ങളെല്ലാം ജയിച്ച് അഹങ്കാരം വർദ്ധിച്ചു, ധനവും വർദ്ധിച്ചു, ആൾബലമായി, ശക്തിയായി, വേണ്ടത്ര സ്വാധീനം എല്ലാതായി, ലോകം മുഴുവനും തന്റെ കീഴിലായി. അപ്പൊ ഇവൻ ഒരു ദിവസം ഇവൻ സ്വപ്നം കണ്ടു. ഇവൻ 7 വർഷം മൃഗപ്രായനായി ജീവിക്കും എന്നുള്ള സ്വപ്നം കണ്ടു. സ്വപ്നം ആരും വ്യാഖ്യാനിക്കാനില്ല. അങ്ങനെ ദാനിയേല് വന്നു വ്യാഖ്യാനിക്കാനായിട്ട് അടുത്ത് വന്നു. ദാനിയേലിനോട് സ്വപ്നം പറഞ്ഞു. ദാനിയേല് സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ഹൃദയത്തിൽ അഹങ്കാരം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് വർദ്ധിച്ച് അവനിൽ കൂടി പൂർണ്ണമായിട്ടും ആ അഹങ്കാരത്തിന്റെ ഉടമയെന്ന് പറയുന്നത്, നിഗളത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഉടമയെന്ന് പറയുന്നത് പിശാച. ആ പിശാച് അവനിൽ കൂടി സ്പഷ്ടമായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമയം വരും. ആ സമയത്ത് ന്യായവിധി വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടണം. അത് മാനസാന്തരപ്പെട്ടില്ല. 12 മാസം കഴിഞ്ഞു. ദൈവം ആലോചന കൊടുത്ത് മനം തിരിയാൻ ആലോചന കൊടുത്തിട്ട് 12 മാസം കഴിഞ്ഞു. 1 മാസം 2 മാസം 12 മാസം കഴിഞ്ഞ് അഹങ്കാരം കൊണ്ട് അങ്ങ് നിറഞ്ഞു. അഹങ്കാരം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ പറയുകയാണ്, തന്റെ രാജധാനിയിലേക്കും തനിക്ക് ചുറ്റുവട്ടത്തിലേക്കും നോക്കിയിട്ട് അവൻ പറയുകയാണ്,
ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്തിനായി പണിത മഹതിയാം ബാബേലല്ലയോ? എനിക്ക് പറഞ്ഞത് അവനല്ല. കാരണം അത്രമാത്രം അഹങ്കാരത്താൽ അവൻ നിറഞ്ഞ് അവന്റെ അവനെ ശത്രു വിഴുങ്ങിക്കളഞ്ഞിരിക്കാം. അത്രമാത്രം ശത്രു അവന്റെ മേൽ ജയമെടുത്തു എന്ന് പറയുന്നത് നെബൂഖദ്നേസർ അല്ല, ഇല്ലയോ? ദുഷ്ടനാണ് പറയുന്നത്. ഇത്രയും കാലം കർത്താവ് ന്യായവിധി നടത്താതിരുന്നത് എന്താണെന്നറിയാമോ? ഇത്രയും കാലം കർത്താവ് ന്യായവിധി നടത്താതിരുന്നത് ഇത് മാനസാന്തരപ്പെട്ടാൽ അവൻ രക്ഷപ്പെടും. ഇല്ല എങ്കിൽ ഇവന്റെ അഹങ്കാരം വർദ്ധിച്ചതിന് ശേഷം ഇവന്റെ വായ കൊണ്ട് അരുതാത്തത് വരും. അത് ശത്രു തന്നെ പറയും. ആ സമയത്ത് ദൈവം ന്യായം വിധിക്കും. ഒടുവിൽ 12 മാസം കഴിഞ്ഞപ്പോൾ അത് പുറപ്പെട്ടു വന്നു. അപ്പോൾ തന്നെ രാജത്വം അവനുമായിട്ട് നീങ്ങി. അവൻ മൃഗപ്രായനായി തീർന്നു. 7 വർഷം അവൻ മൃഗത്തെ പോലെ ജീവിച്ചതായി ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പലതും ചിന്തിക്കും. നമുക്ക് ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, എന്നോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, വചനം പറയുന്നത് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പൊ എനിക്കെതിരെ ഒരാള് എഴുന്നേൽക്കുന്നുവെങ്കിൽ അതിന് എണ്ണമുണ്ട്. എന്നെ ഉപദ്രവിക്കുന്നതിന് എണ്ണവും കണക്കുമുണ്ട്. ആ കണക്കും എണ്ണവും തീരുന്ന സമയം വരെയും ഞാൻ സഹിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. കൃത്യമായിട്ട് ആ ഉപദ്രവം മുഴുവനും സഹിച്ചു കഴിയുമ്പോൾ, ഉപദ്രവം മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ ദൈവം ഉപദ്രവിച്ചവനെ പിടിക്കാൻ പോവാ. ഉപദ്രവിച്ചവൻ മനുഷ്യനല്ല, പിന്നെയോ ആ മനുഷ്യനെ കൊണ്ട് ആ ഉപദ്രവിപ്പിച്ച ശത്രുവിനെ ദൈവം ന്യായം വിധിക്കുക. അവിടെയാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവമേ ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ. അതുകൊണ്ട് ദുഷ്ടത തീരട്ടെ. കാരണം ദുഷ്ടത തീർന്നു കഴിഞ്ഞാൽ ദൈവം ന്യായം വിധിക്കും. കൃപയാൽ എന്നെ ദൈവം ഉറപ്പിക്കും. ഈ ഉപദ്രവിക്കുന്നവരെ ദൈവം ന്യായം വിധിക്കുകയും ചെയ്യും. അത് ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ ജനം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴുമെന്നുള്ള വചനപ്രകാരം നിശ്ചയമായിട്ടും കർത്താവിനോട് വാഴുവാൻ തന്നെ കർത്താവ് വിളിച്ചിട്ടുള്ളതാണ്. പക്ഷേ ദൈവഭക്തന് നിശ്ചയമായിട്ടും വിധിച്ചിട്ടുള്ളതാണ് കഷ്ടം അനുഭവിക്കുക, അന്യായമായിട്ട് കഷ്ടം അനുഭവിക്കുക എന്നുള്ളത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നീതിക്ക് വേണ്ടിയിട്ടും സത്യത്തിന് വേണ്ടിയിട്ടും കഷ്ടവും നിന്ദയും അപമാനവും സഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഭക്തനെ ദൈവം വെച്ചിട്ടുള്ളതാണ്. അത് സഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നാളെ കൂടെ വാഴും. കാരണം ഇങ്ങനെ സഹിക്കാൻ തക്കവണ്ണം ഉപദ്രവിക്കുന്ന ശത്രുവിന്റെ ദുഷ്ടത തീർന്നു പോകുന്ന ഒരു സമയമുണ്ട്. അന്ന് തന്റെ ഭക്തരെ ദൈവം ഉറപ്പിക്കും. ഉപദ്രവിച്ച ശക്തിയെ ദൈവം ന്യായം വിധിക്കുകയും ചെയ്യും. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ഇതാ നമുക്ക് വേറെ ഒന്നുമില്ല. ഞാൻ എത്ര കാലം ഇത് സഹിക്കണം, എത്ര കാലം മുമ്പോട്ട് പോകും? അത് യോബിനെ നോക്കിയാൽ മതി. സമയമുണ്ട്, അതിന്റെ സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് യോബിനെ ദൈവം ഉറപ്പിക്കുന്ന സമയം വരും. ശത്രുവിനെ ഒക്കെയും തകർത്തു കളയുന്ന സമയം വരും. ദാവീദിനെ ദൈവം ഉറപ്പിച്ചെങ്കിൽ, യോസേഫിനെ ദൈവം ഉറപ്പിച്ചെങ്കിൽ, യോബിനെ ദൈവം ഉറപ്പിച്ചെങ്കിൽ, മോശയെ ദൈവം ഉറപ്പിച്ചെങ്കിൽ, തന്റെ ഭക്തന്മാരെ ദൈവം നിശ്ചയമായിട്ട് ഉറപ്പിക്കും. എന്നാൽ അതിനു മുൻപായി തീർന്നു പോകേണ്ട ദുഷ്ടന്റെ ദുഷ്ടതയുണ്ടെന്ന് ഓർത്തുകൊള്ളണം. ഓരോ ആയുധങ്ങൾ തിരിച്ചും മറിച്ചും തന്റെ ജനത്തിന്റെ നേരെ ശത്രു പ്രയോഗിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഒരു വിധിയുണ്ട്. അന്ന് ഞാൻ കർത്താവിനോടൊപ്പം വാഴും. ശത്രു വിധിക്കപ്പെടുകയും ചെയ്യും. അതിനായിട്ടല്ലയോ നമ്മുടെ ഈ ഓട്ടവും അധ്വാനവും. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം കഷ്ടം അനുഭവിക്കുന്നവൻ തന്റെ പ്രാണനെ വിശ്വസ്തനായ സിദ്ധാവെങ്കിൽ ഫലമേൽപ്പിക്കാൻ പറ്റൊന്നുമില്ല. അതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വിശ്വസ്തനായ സിദ്ധാവെങ്കിൽ ഫലമേൽപ്പിച്ചതിന് ശേഷം
ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകാൻ ഒരുങ്ങാം. ഇനി എത്രയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്താലുള്ള വിടുതലിന് വേണ്ടി കാത്തിരിക്കാം. നിശ്ചയം ഒരു വിടുതലുണ്ട്, ഒരനുഗ്രഹമുണ്ട്. എന്നാൽ സഹിക്കാത്തവന് ആ നന്മയുടെ ദിവസം അനുഭവിക്കാൻ സാധിക്കില്ലെന്ന് ഓർത്തുകൊള്ളണം. ഇയ്യോബിന്റെ സഹിഷ്ണുതയും കർത്താവ് വരുത്തിയ അവസാനവും നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ എന്ന് കർത്താവ് വചനത്തിലുള്ളതുപോലെ അന്ത്യസ്ഥിതി മഹത്തായിരിക്കും. ആ മഹത്തായിട്ട് അന്ത്യസ്ഥിതി കാണുവാൻ നമ്മെ ഏവരെയും കർത്താവ് പ്രാപ്തരാക്കും. അതിനുവേണ്ടി കർത്താവ് നമ്മെ ഒരുക്കട്ടെ, നടത്തിക്കൊണ്ടു പോകട്ടെ. ആ അടുത്ത ദിവസത്തിൽ തന്റെ ഭക്തന്മാരെ വിശ്രമിപ്പിക്കുന്ന ദൈവം ഇന്ന് തന്റെ ഭക്തന്മാരെ വിശ്രമിപ്പിക്കാൻ തക്കവണ്ണം കരം പിടിച്ച് നടത്തി ആ നിലയിലെത്തിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാനൻ